സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ മെയിലെ ശമ്പളം നേരത്തെ വിതരണം ചെയ്യണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം. ഒമാനിൽ താപനില 45 ഡിഗ്രി കടന്നു. സലാലയിലേക്ക് വിമാന സർവീസുകളില്ല. എയർ ഇന്ത്യയുടെ അവഗണന. പ്രവാസി വെൽഫെയർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ബലിപെരുന്നാൾ പ്രമാണിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ മെയ് മാസത്തെ ശമ്പളം നേരത്തെ വിതരണം ചെയ്യണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. രാജകീയ ഉത്തരവ് പ്രകാരമുള്ള തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഈ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. മെയ് 25-ന് മുമ്പ് ജീവനക്കാരുടെ മെയ് മാസത്തെ ശമ്പളം നൽകണമെന്നാണ് മന്ത്രാലയം ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ വേനൽ ചൂട് ശക്തമാകുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ ദിമാ വത്തായിനിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. 45.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ബുധനാഴ്ച ഇതേ പ്രദേശത്ത് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 43.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒറ്റ ദിവസം കൊണ്ട് താപനിലയിൽ 1.7 ഡിഗ്രിയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ മറ്റ് പല ഭാഗങ്ങളിലും വ്യാഴാഴ്ച കടുത്ത ചൂട് അനുഭവപ്പെട്ടു. ഫഹൂദ്, ഷിനാസ്, സുഹർ, റുസ്താഖ്, ബർക്ക എന്നിവിടങ്ങളാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയ മറ്റ് പ്രധാന പ്രദേശങ്ങൾ. വരും ദിവസങ്ങളിലും ചൂട് തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്നും സലാലയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കാത്തതിൽ കേരള സർക്കാരിന്റെയും പാർലമെന്റ് അംഗങ്ങളുടെയും ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും കേരളത്തിൽ നിന്നുള്ള എംപിമാരായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവർക്കും ഇമെയിലുകൾ അയച്ചതായി പ്രവാസി വെൽഫെയർ സലാല അറിയിച്ചു. കേരളത്തിലെ പ്രവാസി വെൽഫെയർ ഫോറം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട വിഷയത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് മേഖലയിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യങ്ങൾ പ്രവാസികളുടെ തൊഴിലിനും സംരംഭങ്ങൾക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയതായും കോവിഡ് കാലത്തേക്കാൾ വലിയ സാമ്പത്തിക ആഘാതത്തിലേക്കാണ് പ്രവാസ ലോകം നീങ്ങുന്നതെന്നും ഈ സാഹചര്യത്തിൽ തുണയാകേണ്ടുന്ന സംവിധാനങ്ങൾ പ്രവാസികളെ അവഗണിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രവാസി വെൽഫെയർ വർക്കിംഗ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമം ഒമാന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.